നമസ്കാരം. തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന കൂട്ടായ്മ നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ സുരക്ഷാ സേന നടത്തിയ അമിതാധികാര പ്രയോഗത്തിലും ക്രൂരമായ ലാത്തിച്ചാർജിലും പ്രതിഷേധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേരെ കടുത്ത രാഷ്ട്രീയ ചോദ്യങ്ങളുമായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. നീതിയുക്തവും സുതാര്യവുമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിച്ച പാർലമെൻറ്റ് മാർച്ചിനെ അടിച്ചമർത്താനായിട്ട് കണ്ണീർവാതകവും പെല്ലറ്റ് തോക്കുകളുമൊക്കെ ഉൾപ്പെടെയുള്ള മാരകമായ മാർഗങ്ങൾ ഉപയോഗിച്ച സംഭവം രാജ്യത്തുടനീളം വലിയ പ്രതിഷേധത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ സൈനിക തലത്തിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ ആരാണ് ഉത്തരവിട്ടതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധി നേരിട്ട് കത്തയച്ചു. ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഇടപെടൽ വിലയിരുത്തപ്പെടുന്നത്. സമരം അവസാനിപ്പിക്കുകയും പ്രക്ഷോഭകർ താൽക്കാലികമായിട്ട് മടങ്ങുകയും ചെയ്തെങ്കിലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ 100-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും വിവരണാതീതമായിട്ടുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പെൺകുട്ടികളെ അടക്കം ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും മാധ്യമപ്രവർത്തകരെ പോലും ലക്ഷ്യമിട്ട് ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൻ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പെല്ലറ്റ് പ്രയോഗത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലെത്തിയ സാഹിൽ ലോച്ചപ്പ് എന്ന 19കാരനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ ദാരുണാവസ്ഥ രാഹുൽ ഗാന്ധി തൻ്റെ കത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തം ഭാവിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന യുവതലമുറയോട് ഭരണകൂടം കാണിക്കുന്ന ഈ പടയൊരുക്കം സങ്കുചിത രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണെന്ന വിമർശനം പ്രക്ഷോഭകർക്കിടയിൽ ശക്തമാണ്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന ചുമതല നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായതിനാലാണ് രാഹുൽ ഗാന്ധി അമിത്ഷായിൽ നിന്ന് തന്നെ മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും 2 നിർണായക ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഈ കത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യമായി, നിരായുധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ പ്രയോഗിക്കാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നേരിട്ട് അനുമതി നൽകിയിരുന്നോ, അതോ ഏത് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരം മാരകായുധങ്ങളൊക്കെ പ്രയോഗിച്ചത് എന്ന് വ്യക്തമാക്കണം. ഇനി രണ്ടാമതായിട്ട്, ഔദ്യോഗിക യൂണിഫോം ധരിക്കാതെ സിവിൽ വസ്ത്രങ്ങളിൽ എത്തി വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് മർദ്ദിച്ച വ്യക്തികൾ യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണോ എന്നും അതോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ ഗുണ്ടകളാണോ എന്നുമുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവരെ സമരസ്ഥലത്ത് വിന്യസിക്കാനായിട്ട് അനുവാദം നൽകിയത് ആരെന്ന ചോദ്യം കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടൊരു ഭാരവാഹിയോ കേന്ദ്ര നേതൃത്വമോ ഇല്ലാതെ ചിതറിക്കിടന്നിരുന്ന വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ശക്തമായ നിലപാട് വലിയൊരു രാഷ്ട്രീയ ഊർജ്ജമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സമരക്കാരുടെ ആവശ്യങ്ങളൊക്കെ കേൾക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാകാതിരുന്ന കേന്ദ്ര ഭരണകൂടം ജനകീയ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. വോട്ടെടുപ്പുകളിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും നേരിട്ട തിരിച്ചടികളുടെയൊക്കെ തന്നെ നിരാശയിൽ നിന്ന് രൂപപ്പെട്ട പകപോക്കൽ രാഷ്ട്രീയമാണ് ഡൽഹി തെരുവുകളിലൊക്കെ തന്നെ കണ്ടതെന്ന് പ്രതിപക്ഷം ഇവിടെ ആരോപിക്കുകയാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന യുവാക്കളുടെ രക്ഷകനായി പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് സമരക്കാർക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. ഡൽഹിയിൽ മുൻകാലങ്ങളിൽ നടന്ന വർഗീയ സംഘർഷങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ തന്നെ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ യാദൃശികമല്ലെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് തെരുവുകളിൽ അക്രമം അഴിച്ചുവിട്ട പഴയ സംഭവങ്ങളുടെയൊക്കെ തന്നെ തുടർച്ചയായാണ് സമാധാനപരമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയും ഇത്തരം അടിച്ചമർത്തലുകളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. തെരുവിൽ ചോര വീഴ്ത്തി ഭയം സൃഷ്ടിക്കാമെന്നാണ് അധികാരികളൊക്കെ തന്നെ കരുതുന്നതെങ്കിൽ രാജ്യത്തെ യുവതലമുറ അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധിയുടെ കത്ത് നൽകുന്നത്. അധികാരത്തിൻ്റെ ബലത്തിൽ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ നോക്കുന്നവർക്കുള്ള വ്യക്തമായ രാഷ്ട്രീയ താക്കീതാണിത്. രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാധ്യസ്ഥമാണെന്ന് രാഹുൽ ഗാന്ധി തൻ്റെ കത്തിൽ അന്തിമമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയെങ്കിലും വിദ്യാർത്ഥികൾ ഉയർത്തിയ ആവശ്യങ്ങളും അവർ അനുഭവിച്ച യാതനകളും ഇപ്പോഴും രാഷ്ട്രീയ ചർച്ചകളുടെയൊക്കെ തന്നെ കേന്ദ്ര ബിന്ദുവാണ്. യുവാക്കളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നീതി ഉറപ്പാക്കുന്നത് വരെ ഈ പോരാട്ടം സഭയ്ക്കകത്തും പുറത്തും തുടരുമെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകുന്നതും ഈ ഒരു നീക്കത്തിലൂടെ പുറത്തു വരുന്നതും.